നമസ്കാരം, വിനീഷാണ്. അപ്പം ഞാൻ ഇന്ന് ഒരു ചെറിയൊരു തട്ടുകടയുണ്ട്, തോട്ടപ്പള്ളിലാണ്. അപ്പം എന്താ തട്ടുകടയുടെ പേരെന്തോ? ആഞ്ജനേയ എന്ന പേരുള്ള ഒരു ചെറിയ തട്ടുകടയുണ്ട്. ആ തട്ടുകടയിൽ ബജ്ജി മറ്റുള്ള എല്ലാ സാധനങ്ങളും, ബജ്ജി, പരിപ്പ് വട, ബോണ്ട, അങ്ങനെ കുറേ ഐറ്റംസുകളുണ്ട്. അപ്പോൾ ഇവിടെ മറ്റുള്ള കടകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു സാധാരണപ്പെട്ട 5 രൂപയ്ക്കായിരുന്നു ഒരു കടി, അതായത് ഒരു ബോണ്ടായോ മറ്റുള്ള സാധനമൊക്കെ 5 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ഞാൻ പറഞ്ഞ് ഈ കടയെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ഓണറോട് തന്നെ ചോദിക്കാം. ഓക്കെ, എണ്ണയൊക്കെ കിടന്ന് നല്ല ഭംഗിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന സാധനം എന്തുവാണ്? നാളായി കട തുടങ്ങി 2.5 വർഷം. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ഐറ്റംസ് എന്തൊക്കെയാണ്? ഇതിനകത്ത് കേൾക്കണം പറയുന്നത്. അപ്പൊ വിജയുടെ തന്നെ ആയിരിക്കും അല്ലേ? വിജയ് മലയാളിയാണോ അതോ? അല്ല, തമിഴ്നാടാണ്. തൊപ്പിയൊക്കെ മാറ്റിക്കല്ലേ, മുഖം നല്ല കാണാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ കടയിലെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ? പ്രധാനപ്പെട്ട എല്ലാ തട്ടുകളിലുള്ള സാധനമാണ് എല്ലാം ഉണ്ട്. ഉള്ളിവട, മുളക് ബജ്ജി, മുട്ട ബജ്ജി. ഇച്ചിരി ഒച്ചത്തിൽ പറയണം, കാര്യം മൈക്കില്ലാത്തതുകൊണ്ട്. ഉള്ളിവട, മുളക് ബജ്ജി, മുട്ട ബജ്ജി, പരിപ്പ് വട, കോളിഫ്ലവർ, പിന്നെ വളരെക്കാവ് ബജ്ജി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടുത്തെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്? റേറ്റ് ഉള്ളിവട അതൊക്കെ 10, ബജ്ജി ഐറ്റംസ് 3 പീസ് 20. ബജ്ജി എന്നാ ബജ്ജി? മുട്ട ബജ്ജി, മുളക് ബജ്ജി അതൊക്കെ 3 പീസ് 20. അപ്പോൾ ഇവിടെ മുട്ട ബജ്ജിക്ക് 3 പീസ് മുട്ട ബജ്ജിക്ക് അത് 20 രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഒരു സെറ്റായിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ എന്തോ വല്ല ചട്നി അങ്ങനെയുള്ള സാധനം? ചമ്മന്തി ഉണ്ട്. ഓക്കെ, എത്ര നാളായി ഇപ്പോൾ ഇവിടെ വന്ന് ഇത് കട ഇപ്പം ജോലിക്ക്? 1 വർഷമായിട്ട് ഇവിടെ കടയിൽ തന്നെ അല്ലേ? നാട്ടിൽ ഇത് തന്നെ ആയിരുന്നു? അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് ഏത്തക്കാപ്പം പൊരിച്ചു വെച്ചിട്ടുണ്ട്, വാഴയില പൊരിച്ചിട്ടുണ്ട്. ഏത്തക്കാപ്പം വാഴയിലക്കകത്ത് പൊരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേത് ബ്രെഡ് പൊരിച്ചു, ബ്രെഡ് റോസ്റ്റ്. ഇത് മുളക് ഉള്ളി ബജ്ജി. ഇത് ഉഴുന്നുവട. നാടൻ ബോണ്ടയാണ്. ഇത് ബോണ്ട എങ്ങനെയാണ്? ഗോതമ്പ് മാവ് വെച്ചുണ്ടാക്കി. അത് ശരി. ഓക്കെ, ഇത് നമ്മുടെ പരിപ്പ് വട. അപ്പോൾ ഇതിൻ്റെ മറ്റെന്താ സാധനം ഉണ്ടല്ലോ, ഇത് സമോസ, കട്ട്ലറ്റ്, സമോസ, പപ്സ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവില്ല അല്ലേ? അത്യാവശ്യം തിരക്കുണ്ടാവില്ല. വൈകുന്നേരം ആകുമ്പോൾ ആണ്. ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തായതുകൊണ്ട് അല്ലേ? ഏതാ? 3 മണിയാണ്. എത്ര മണി വരെയാണ് കട? 8 മണി വരെ. ചായ ഉണ്ട്, പിന്നെ വെള്ളം ഐറ്റംസും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ ഈ ബജ്ജിക്കടയാണെങ്കിൽ, തട്ടുകടയാണെങ്കിൽ ഇവിടെ മറ്റ് അത്യാവശ്യം വെള്ളവും മറ്റ് സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ സർബത്ത്, നാരങ്ങ വെള്ളം. അതെന്താ സർബത്ത്? നാരങ്ങ സർബത്ത്. അത് നമ്മൾ ഈ പഞ്ചാര കലക്കിയതോ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. നമ്മൾ ഒരാളൊന്ന് കുടിച്ചാൽ വീണ്ടും അയാൾ അതുപോലെ ഒന്ന് കുടിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ നമ്മൾ ചായയുടെ ഒരു പുതിയ വെറൈറ്റി ചായയുടെ കാര്യം പറഞ്ഞില്ല. ചായ ചായ നടത്ത് കാണിച്ചു കൊടുത്തു. ഇവിടെ എന്ത് വെറൈറ്റി ആയിട്ട് എന്ത് ചായ ഉള്ളത്? എല്ലാ ചായയും കിട്ടും. പുതിന കട്ടൻ. അപ്പോൾ ഒരു ചായ എന്തായാലും നടിച്ച് കാണിക്കട്ടെ. അപ്പോൾ റെഡിയാക്കാൻ പോകുന്നു.
അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചായയാണ്. ആദ്യം നമ്മൾ കഴിച്ചിട്ട് അതിനോട് അല്ലേ മുകളിൽ പഞ്ചസാര ഇടും. വീണ്ടും അല്പ പാലും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ചായ. ഓക്കെ, ഈ ചായക്ക് എത്ര രൂപ? 10 രൂപ. 10 രൂപ. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ചായ. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ കടയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ജംഗ്ഷൻ കൂടിയാണ്, അതായത് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ വന്ന് ബജ്ജിയോ മുട്ട ബജ്ജി അതുപോലെ മറ്റുള്ള ചെറു കടിയൊക്കെ കഴിച്ച് ഈ തോട്ടപ്പള്ളിയിലെ അപ്പോൾ ആ വെറൈറ്റി ചായ ഒരെണ്ണം ഞാൻ തന്നെ മേടിച്ച് കുടിക്കാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ, നമ്മുടെ ഈ ചെറിയ തട്ടുകടയിലെ വെറൈറ്റി ചായയാണിത്. അപ്പോൾ ഈ ചായ ഞാനൊന്ന് കുടിച്ചു നോക്കാം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. नहीं अच्छा है, खाना अच्छा है। अच्छा है। रोज रोज इधर आता है? मैं 3 दिन हो गया कि इधर में काम चल रहा है हाईवे का, हाँ। मैं काम कर रहा हूँ। हाँ। इधर से जब से आया जब से इधर ही मैं नाश्ता करता हूँ। नाश्ता करता हूँ। हाँ, ठीक है। आप कहाँ से आए? मैं झारखंड से हूँ। ജാർഖണ്ഡ്. ഓക്കെ ഓക്കെ. അപ്പം നല്ല ഭക്ഷണം എന്നാണ് ഇവിടെ നമ്മുടെ ഹൈവേയുടെ വർക്കുമായിട്ട് അല്ലേ, ഹൈവേയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാറാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഇപ്പം 3 ദിവസമായിട്ട് ഇവിടെ നിന്നാണ് നാസ്ത കഴിക്കുന്നത്. അതായത് ഉച്ച കഴിഞ്ഞുള്ള ചായ കൂടി ഇവിടെ നിന്നാണെന്ന് പറയുന്നത്.